നേതൃത്വത്തിന്റെ എതിർപ്പിന് പുല്ലുവില കൽപ്പിച്ചു. ലൈംഗിക വിവാദങ്ങളിൽ മാനം പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. സമ്മേളനത്തിനെത്തിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന്റെ കാറിൽ ഒളിച്ചു. പ്രത്യേക ബ്ലോക്കിൽ പിൻനിരയിലാണ് രാഹുലിന്റെ ഇരിപ്പിടം. നിയമസഭയിൽ സജീവമാകാനാണ് രാഹുലിന്റെ നീക്കം. എല്ലാ ദിവസവും സഭയിലെത്തും. ചില വിഷയങ്ങൾ ഉയർത്തി സംസാരിക്കാൻ അവസരം തേടി സ്പീക്കർക്ക് കത്ത് നൽകും. ശനിയാഴ്ച പാലക്കാട്ടേക്ക് പോകാനാണ് ആലോചന. അതേസമയം കോൺഗ്രസിൽ പുതിയ പോരിന് വഴി തുറന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാ എൻട്രി പ്രതിപക്ഷ നേതാവിനെ ധിക്കരിച്ചുള്ള നിർണായക നീക്കം KPCC അധ്യക്ഷനുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷമാണ്. PR പ്രവീണ ചേരുന്നു വിവരങ്ങളുമായി. ഒപ്പം സഭയ്ക്കകത്ത് നിന്ന് VS അനുവുമുണ്ട്. ആദ്യം പ്രവീണയിലേക്ക്. പ്രവീണ, ഈ രാഹുലിന്റെ നിയമസഭാ പ്രവേശം അത് ആകമൊത്തം കോൺഗ്രസിനെ തലവേദനയിലാക്കിയിരിക്കുകയാണ്, വെട്ടിലാക്കിയിരിക്കുകയാണ്. VD സതീശൻ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഇന്ന് സംഭവിച്ചത്. അപ്പോൾ ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ രാഹുലിന് ആരുടെയെങ്കിലുമൊക്കെ പിന്തുണയുണ്ടോ? കോൺഗ്രസ് നേതൃത്വത്തിൽ ആരുടെയെങ്കിലും പിന്തുണ ഈ വിഷയത്തിൽ രാഹുലിന് കിട്ടുന്നുണ്ടോ, പരസ്യമായോ രഹസ്യമായോ? ലക്ഷ്മി, രാഹുലിനൊപ്പം A ഗ്രൂപ്പിലെ മുതിർന്ന പല നേതാക്കളും അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായ സൂചന. അവരുടെ കൂടി ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേതൃത്വത്തിലെ VD സതീശൻ അടക്കമുള്ളവരുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് രാഹുൽ നിയമസഭയിലേക്ക് എത്തുന്നത്. സജീവമാകാനായിരുന്നു A ഗ്രൂപ്പിലെ ഈ വിഭാഗത്തിന്റെ ഉപദേശം. അത് ശിരസാ വഹിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് സുഹൃത്തിന്റെ കാറിൽ ഒളിച്ചാണെങ്കിലും ഇന്ന് സഭയിലേക്ക് എത്തുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ സാധാരണഗതിയിൽ വലിയ തോതിൽ ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് ഉത്തരം മുട്ടിക്കുന്ന രാഹുലിന് ഇന്ന് പക്ഷേ മാധ്യമങ്ങളിലേക്ക് നേർക്ക് നോക്കാൻ പോലുമുള്ള മനസ്സുണ്ടായില്ല എന്നുള്ളതാണ്. എങ്ങനെ മനസ്സുണ്ടാകും? കാരണം അത്രയ്ക്കധികം ലൈംഗിക ആരോപണ കേസുകളിൽ പെട്ട് കുഴങ്ങുകയാണ്. അപ്പോഴും തന്നെ രാഷ്ട്രീയ ഭാവി സജീവമാക്കുന്നതിനുള്ള നീക്കം കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. രാഹുലിനോട് ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിരോധ മുനയെ ഒടിക്കുന്നതൊന്നും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം പല വഴിക്ക് നൽകിയിരുന്നെങ്കിലും അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ്, ആ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ്, വിലക്കുകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് സ്വതന്ത്ര MLA എന്നുള്ള പദവി ഉപയോഗിച്ചുകൊണ്ട് സഭയിലേക്ക് എത്തുന്നത്. പിൻ സീറ്റിലിരിക്കുമ്പോഴും UDFന്റെ അതേ നിരയിൽ പിൻ സീറ്റിലിരിക്കുമ്പോഴും ഈ ഭരണപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കളോ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് രാഹുലിന്റെ മുഖമാണ്. പിന്നെ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കാനാണ്? ഇന്ന് സഭയിലേക്ക് എത്തുന്നതിന് മുൻപ് KPCC അധ്യക്ഷനുമായി രാഹുൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എതിർപ്പൊന്നും പറഞ്ഞിട്ടുമില്ല. അതേസമയം രാഹുൽ എത്തില്ല അല്ലെങ്കിൽ എത്തരുത് എന്നുള്ള നിലപാടിൽ തുടർന്ന VD സതീശനാകട്ടെ കടുത്ത അമർഷത്തിലുമാണ്. തന്റെ നീരസം എല്ലാ നേതാക്കളെയും അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. പ്രവീണ, ഇക്കാര്യത്തിൽ VD സതീശൻ ഒറ്റപ്പെടുകയാണോ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും? ലക്ഷ്മി, അദ്ദേഹം ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ഒറ്റപ്പെട്ടേക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ബോധ്യം, അതായത് അദ്ദേഹത്തിനുള്ള ബോധ്യം, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ, അക്കാര്യം ഇന്ന് KPCC നേതൃയോഗത്തിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയവർ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം അത്രയധികം തെളിവുകളും പരാതികളും ലൈംഗിക വൈകൃതമടക്കം വ്യക്തമാക്കുന്ന ചില രേഖകളുമൊക്കെ VD സതീശന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതുകൊണ്ടുകൂടിയാണ് എന്ത് കടല ഇളകി വന്നാലും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് VD സതീശൻ ആവർത്തിച്ചത്. രാഹുലിനെതിരെ നമ്മൾ കേട്ടതും പുറത്തു വന്നതുമായ പരാതികൾ അല്ലാതെ തന്നെ നിരവധി പരാതികളുണ്ട്. ആ പരാതി കൊടുത്തവരിൽ പുറത്തു പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഉന്നത നിലയിലുള്ള ആളുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് VD സതീശൻ ഇക്കാര്യത്തിൽ കർശന നിലപാടിൽ തുടരുന്നത്. A വിഭാഗത്തിലെ അവർക്ക് ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് വലുതെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൂടെ നിർത്തേണ്ടത് അനിവാര്യവുമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ A ഗ്രൂപ്പിന് കിട്ടിയ സീറ്റാണ് തിരുവനന്തപുരത്തെ ജില്ലാ അധ്യക്ഷൻ. മത്സരത്തിലൂടെ ആണെങ്കിലും A ഗ്രൂപ്പിന് ആധിപത്യമുള്ള ജില്ലയിൽ കിട്ടിയ സീറ്റാണ്. മത്സരിച്ച് ജയിച്ചതാണ് നേമം ഷജീറാണ് ഒപ്പം ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരി കൂടിയായ റെനോയാണ്. റെനോ പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടിയിൽ നിന്ന് വെറുതെ പുറത്താക്കിയതല്ല. ലൈംഗിക ആരോപണങ്ങൾ, ഒന്നോ രണ്ടോ ലൈംഗിക ആരോപണങ്ങളല്ല, നിരവധി ലൈംഗിക ആരോപണ കേസുകൾ ഉയർന്ന, പരാതി ഉയർന്ന, ആരോപണം ഉയർന്ന ഒരു MLA പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നടക്കം പുറത്താക്കിയ ഒരു MLA അനുഗമിച്ച് നിയമസഭ പോലൊരു സ്ഥലത്ത് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം വിലക്ക് ലംഘിച്ചുകൊണ്ട് എത്തിയത്, പ്രതിപക്ഷ നേതാവിന്റെ അടക്കം എതിർപ്പ് അവഗണിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി അവരുടെ കാറിൽ ഒളിച്ചെത്തുക എന്നുള്ളത് നാണക്കേട് പാർട്ടിക്കുണ്ടാക്കി എന്നതിന് അപ്പുറം പാർട്ടിയുടെ എല്ലാ വഴികളും, എല്ലാ പ്രതിഷേധങ്ങൾക്കും
ഒരു വിലങ്ങ് തടി കൂടി ആയിരിക്കുകയാണ് രാഹുലിന്റെ സാന്നിധ്യം. കോൺഗ്രസിനുള്ളിൽ തീർച്ചയായും പ്രവീണ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഒരു പരാതിയായി പോലീസിന് മുന്നിൽ എത്തിയില്ലെങ്കിൽ കൂടിയും അന്തരീക്ഷത്തിൽ ഉള്ള കാര്യങ്ങളാണ്. മുതിർന്ന സ്ത്രീകൾക്കയക്കം അടക്കം അയച്ച അശ്ലീല സന്ദേശങ്ങളുണ്ട്, പാർട്ടി പ്രവർത്തകർക്ക് അയച്ച സന്ദേശങ്ങളുണ്ട്, ഗർഭഛിദ്ര പരാതികൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ഉള്ള വീടുകളിൽ അവരുടെ കുടുംബങ്ങൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ, ലൈംഗിക അതിക്രമങ്ങൾ മുന്നിലുണ്ട്. ഈ ബോധ്യത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് VD സതീശന് മാത്രം ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതോ അക്കാര്യത്തിൽ VD സതീശന് ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നേതാക്കന്മാരെ, കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണോ അടൂർ പ്രകാശിനെ പോലുള്ളവർ ഇത് AI ആണോ ഈ ശബ്ദം എന്ന് ശങ്കിച്ചത്? ഇനിയിപ്പോൾ കോൺഗ്രസിലെ ചില ചരിത്രങ്ങൾ കൂടി പറഞ്ഞാൽ, കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കളും ഈ ലൈംഗിക ആരോപണ വിവാദങ്ങളിൽ പെട്ടവരായിരുന്നു. അതിപ്പോൾ അനുകൂലിക്കുന്നവരായാലും മാറി നിൽക്കുന്നവരായാലും പ്രതികരിക്കാത്തവരായാലും ഒക്കെ തന്നെ ഒരു ഘട്ടത്തിൽ ലൈംഗിക ആരോപണ കേസുകളിൽ, ആരോപണങ്ങളിൽ പെട്ടവരാണ്. സ്വാഭാവികമായും അത്തരത്തിലൊക്കെ ഉള്ള ഒരു സോഫ്റ്റ് കോർണർ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. പരാതികൾ, നിയമപരമായ പരാതികൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് എന്തൊക്കെ തന്നെ തരത്തിൽ പറഞ്ഞാലും ഈ ഒരു കാര്യം നിലനിൽക്കുന്നതാണ്. പലർക്കും പരാതി പറയാൻ, അതായത് നിയമപരമായി പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പല തരത്തിൽ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്കൊക്കെ ഇത് നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് കൂടിയാണ് തനിക്ക് കിട്ടിയ പരാതിയുടെ ഉള്ളടക്കം ഇന്ന് നേതൃയോഗത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് എതിർത്ത് നിൽക്കുന്ന നേതാക്കളോട് നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ള ചോദ്യം ചോദിക്കാനായി VD സതീശൻ മുതിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ പുതിയൊരു തലത്തിൽ വിവാദങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് രാഹുലിന്റെ ഈ റീ എൻട്രി എന്ന് വേണം പറയാൻ. രാഷ്ട്രീയപരമായ നീക്കമാണ് എന്ന് രാഹുലിനൊപ്പമുള്ളവർ പറയുമ്പോഴും എന്ത് രാഷ്ട്രീയപരമായ നീക്കമാണെങ്കിലും ധാർമ്മികത എന്നൊന്ന് ഒരു ജനപ്രതിനിധിക്ക് വേണമെന്നുള്ള മറുപടി കൂടി ജനം നൽകുന്ന ഒരു സമയത്തിലേക്ക് ഈ കാര്യങ്ങൾ കടക്കുമെന്നുള്ളത് ഉറപ്പാണ്. ലക്ഷ്മി. പ്രവീണ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സൈബർ സ്പേസിൽ ചോദിച്ചുകൊണ്ടിരുന്നത് ആരാണ് ഇര, ആരാണ് പരാതിക്കാരി, എന്തുകൊണ്ട് പരാതി വരുന്നില്ല, എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ നടപടിയെടുത്തിട്ടും പരാതിക്കാരൊന്നും രംഗത്ത് വരാത്തത്, ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കാനാണ് ആളുകൾ, സൈബർ പോരാളികൾ, കടന്നൽ കൂട്ടങ്ങളൊക്കെ മത്സരിച്ചത്. പക്ഷേ ഇന്ന് കൃത്യമായി ഈ കാര്യങ്ങൾ VD സതീശൻ വിശദീകരിക്കേണ്ടി വരും എന്ന് തോന്നുന്നു. ഒരുപക്ഷെ അണികൾക്ക് മുന്നിൽ മാത്രമല്ല അത് അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വരിക, കൂടെയുള്ള നേതാക്കന്മാരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളുടെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാമോ പ്രവീണ? ഒപ്പമുള്ളവരെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ VD സതീശന് മേൽ വന്നിട്ടുണ്ട്. തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അത് തനിക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ, കൂടെ ഉള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ആവശ്യം നേതൃയോഗത്തിൽ ഉയരും. മാത്രവുമല്ല A ഗ്രൂപ്പിലെ പലരും, അത് യുവ നേതാക്കളിൽ പലരും, വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതും ഇടപെട്ടിട്ടുള്ളതും. രഹസ്യമായ നീക്കം പോലും നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിനെതിരെ എടുത്ത നടപടികളൊക്കെ കൂടിപ്പോയി എന്നുള്ള തരത്തിലാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി പാർലമെന്ററി പാർട്ടി നേതാവ് എന്നുള്ള പദവി കൂടി തുടരുന്ന VD സതീശനുണ്ട്. സഭയിൽ ഇന്ന് വന്നതുകൊണ്ട് മാത്രം തീരുന്നില്ല, ഞാൻ എല്ലാ ദിവസവും വരും എന്നുള്ളതാണ് ഇപ്പോൾ രാഹുലിന്റെ തീരുമാനം. മാത്രവുമല്ല ഈ ശനിയാഴ്ച പാലക്കാടേക്ക്, മണ്ഡലമായ പാലക്കാടേക്ക് പോകാനും തീരുമാനിച്ചിരിക്കുന്നു. അതായത് എതിർപ്പുകൾ ഉണ്ടാകട്ടെ, പക്ഷെ താൻ അതിനെ ഒന്നും കാര്യമാക്കി എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള നിലപാട് കൂടി രാഹുലിനൊപ്പമുള്ളവർ, രാഹുൽ വ്യക്തമാക്കുകയാണ്. സഭയിൽ എല്ലാ ദിവസവും തുടരും. ഒപ്പം തന്നെ ചില വിഷയങ്ങളിൽ സംസാരിക്കാനുള്ള അവസരം, കാരണം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ നിരയിലുള്ള ആളല്ല, സ്വതന്ത്ര MLA ആണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ പ്രത്യേക അനുമതി തേടണം. അങ്ങനെ സംസാരിക്കാൻ നോക്കിയാലും 1 മിനിറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത്തരത്തിലേക്ക് വരെ നീങ്ങുന്ന അദ്ദേഹത്തിന്റെ മാനസിക നില
ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയധികം ആരോപണങ്ങൾ തനിക്ക് ചുറ്റും കറങ്ങുമ്പോഴും ഇത്രയധികം ഇരകൾ രാഹുലിനെതിരെ നിലപാടെടുത്ത് നിൽക്കുമ്പോഴും നേതൃത്വം ഒന്നാകെ എന്ന് ഞാൻ പറയുന്നില്ല, നേതൃത്വത്തിൽ പ്രബലരായവർ രാഹുലിനെതിരെ പറയുമ്പോഴും സഭയിൽ സജീവമാകാൻ, മണ്ഡലത്തിലേക്ക് തിരികെ പോകാൻ, ശനിയാഴ്ചയും ഞായറാഴ്ചയും മണ്ഡലത്തിൽ സജീവമാകാൻ തീരുമാനിക്കുന്ന രാഹുലിന്റെ മനസ്സ്, അത് നമ്മൾ പല വീഡിയോകളിലും കേട്ടതുപോലെ അത്ര കണ്ട് ട്രോമയിലൂടെയൊന്നും അല്ല രാഹുൽ പോകുന്നത് എന്നുകൂടി വ്യക്തമാകുകയാണ്. ഒരിക്കലും അല്ല പ്രവീണ, വലിയ ധാർഷ്ട്യമാണ് കാണാൻ കഴിയുന്നത്. വലിയ ധാർഷ്ട്യം തന്നെയാണ് ഈ നീക്കത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കത്തിൽ പറഞ്ഞത് എന്താ, ഞാൻ കാരണം ഒരു പ്രവർത്തകന്റെ പോലും തലകുനിയുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴിതാ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ തലയാണ് കുനിഞ്ഞു കുമ്പിട്ടിരിക്കുന്നത്. ഇയാളിങ്ങനെ നിയമസഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ ചുറ്റുമുള്ളപ്പോഴും വിലക്ക് ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ നിയമസഭയിലേക്ക്, പാർട്ടി വിലക്ക് ലംഘിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ തല തന്നെയാണ് കുനിഞ്ഞു നിൽക്കുന്നതല്ലേ? തീർച്ചയായും. കാരണം തുടക്കം മുതൽ ഈ വിഷയത്തിൽ പൂർണ്ണ ബോധ്യമുണ്ടായിരുന്ന ആളാണ് വി ഡി സതീശൻ. രാഹുലിനെതിരെ ഒരു യുവ നടി പേര് പറയാതെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോഴും ആ നടി തൻ്റെ മകളെപ്പോലെയാണ്, അക്കാര്യത്തിൽ ഒരു അച്ഛൻ എന്ന പോലെ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ വി ഡി സതീശന് പിന്നീട് കിട്ടിയത് തെളിവുകളുടെ ഒരു കൂമ്പാരമാണ്. അതിൽ പലരെയും വി ഡി സതീശൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ ഇരകളിൽ പലരോടും വി ഡി സതീശൻ, അതായത് പരാതികൾ അടക്കം നൽകാനെത്തിയ മുതിർന്ന ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വരെയുണ്ട്, പാർട്ടിക്കുള്ളിലുള്ളവരുണ്ട്, പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായ പരാതികൾ, കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ടുള്ള ഒരാൾ, ആ ആളാണ് വി ഡി സതീശൻ. അതുകൊണ്ട് കൂടിയാണ് തുടക്കം മുതൽ തൻ്റെ ഒപ്പം നിർത്തിയിരുന്ന, താൻ ചേർത്ത് നിർത്തിയിരുന്ന ആളെ ആയിട്ട് പോലും ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് തനിക്ക് പറ്റിയ തെറ്റാണെന്ന് അടുത്ത ആൾക്കാരോട്, ഉറ്റവരോടൊക്കെ വി ഡി സതീശൻ പറയുന്ന അവസ്ഥയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് KPCC അധ്യക്ഷനും UDF കൺവീനർ അടൂർ പ്രകാശും അടക്കമുള്ളവർക്ക് ഇക്കാര്യം ബോധ്യമാകാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസിൽ ആദ്യമായിട്ടൊന്നുമല്ല ലൈംഗികാരോപണ വിവാദങ്ങൾ ഉയരുന്നതും നേതാക്കൾ കുടുങ്ങുന്നതുമൊന്നും. പക്ഷേ അങ്ങനത്തെ ഒരു കേസ് അല്ലെന്നേ ഇത് നിരവധി കേസുകൾ, നിരവധി പരാതികൾ, നിരവധി അതിജീവിതകൾ ഒക്കെ ഉള്ള ഒരു കേസാണ്. അപ്പോൾ സ്വാഭാവികമായും ആരോപണങ്ങൾ മാത്രമെന്ന് പറഞ്ഞ് എങ്ങനെ തള്ളിക്കളയാനാകുമെന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ. പ്രവീണ, ഇപ്പോൾ നമ്മൾ